പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കുടിയാമലയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കുടിയാമലയിൽ നിന്നുള്ള റോട്ടിലാണ് കയറി വരുന്നത്. താഴെ മണ്ഡലത്ത് നിന്നും ഇതിങ്ങോട്ട് കയറി വരാം. അതുപോലെ തന്നെ പുലിക്കുരുമ്പ കൈതളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും കയറി വരാം. ഇതിലെല്ലാം ഇങ്ങോട്ടേക്ക് വഴിയുള്ളതാണ്. നമ്മളിപ്പോൾ കുടിയാമല റോട്ടിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് കനകക്കുന്ന് ടൗണിലേക്കാണ്. നേരെ പോകുന്ന പാത്തമ്പാറ റോഡാണ്. നമ്മൾ ഈ ഇറങ്ങി പോകുന്നത് കരുവഞ്ചാൽ പോകുന്ന വഴിയാണ്. ആ വഴിക്കാണ് നമ്മൾ പാലക്കയം തട്ടിലേക്ക് പോകുന്നത്. ഈ ഇടത്തേക്ക് പോകുന്നത് പാലക്കയം തട്ടിൻ്റെ താഴത്തെ എൻട്രൻസിലേക്കാണ്. നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് എന്നിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്. മുകളിലത്തെ എൻട്രൻസിലേക്കാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടന്നു പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇതിൽ കയറി പോകാൻ വേണ്ടി ഇവിടെ ജീപ്പൊക്കെ കിട്ടും. താഴെ നിന്ന് ജീപ്പ് കിട്ടിയാൽ ജീപ്പ് മുകളിൽ കൊണ്ട് ഇറക്കുന്നതാണ്. പിന്നെ ബൈക്കും കയറിയില്ലേ പൊക്കോളും. പക്ഷെ നമ്മളില്ല നടന്നു പോകാൻ തീരുമാനിച്ചുകൊണ്ട് നടന്നു തന്നെ കയറാൻ തീരുമാനിച്ചു. നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് കയറി പോകാമല്ലോ. ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ വലിയ ആളുകളൊന്നുമില്ല. ഇങ്ങോട്ട് മുഴുവൻ മൺ റോഡാണ്. മൊത്തം കല്ലുകളൊക്കെ ഇടയിൽ കിടക്കുന്നതാണ് വഴികൾ. ആ വഴിയിലും കുറേ കാഴ്ചകളുണ്ട്. ഇതൊക്കെ കണ്ട് പയ്യെ നടന്ന് കയറി വരാം. വലിയ ക്ഷീണമൊന്നും ആവുകയില്ല. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലത്തെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പയ്യെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 35 രൂപയാണ്. ഇവിടെ കയറി വരുമ്പം തന്നെ നല്ല മുളങ്കാടൊക്കെയാണ്. അതിനുള്ളിൽ ഇരിക്കാനൊക്കെ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വഴി മുകളിലേക്ക് കയറി പോവാം. അങ്ങനെ നമ്മൾ പാലക്കയം തട്ടിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ പുല്ലൊക്കെ ഉണങ്ങിക്കരിഞ്ഞു. നല്ല വേനലായതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഇതിനകത്ത് നോക്കിയിട്ട് കാണുന്നുള്ളൂ. വേറൊരാളെയും ഞാൻ ഇതിൻ്റെ അത് കണ്ടിട്ടില്ല. താഴെ സെക്യൂരിറ്റി ആയിരുന്നു.
അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇത് റെൻറ്റിനെടുത്ത് വന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാട്ടോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത. എനിക്കൊരു ക്യാമറാമാൻ ഉണ്ട്, ഇവൻ ഞാൻ ഏതേ പോയാലും അതിൻ്റെ പുറകെ വരും. എടാ ഇവിടെ ഇത്രയും വലിയ കാഴ്ചകളില്ലേ, അതുമെല്ലാം പോയി എടുക്കടാ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഞ്ഞൊക്കെ ഇറങ്ങി നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ വക കാഴ്ചകളെല്ലാം ശരിക്കും മറയും, മൊത്തം മഞ്ഞും ഒരു മേഘത്തിനിടയ്ക്ക് കയറിയ അവസ്ഥയാണ്. പിന്നെ വേനൽക്കാല കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇങ്ങോട്ട് വന്നത്. ഇതുവരെ ഞാൻ വേനൽക്കാലത്ത് ഇവിടെ വന്നിട്ടില്ല, അപ്പം അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആ കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എപ്പോൾ വന്നാലും ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്. എപ്പോഴും നല്ല കാറ്റൊക്കെയാണ്, നല്ലൊരു രസമാണ് ഇവിടെ. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.